സ്വാമി ഉദിച്ചൈതന്യജി ഉത്തരം നൽകുന്ന ഗുരു ഉവാച എന്ന ചോദ്യോത്തര പങ്ക്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സ്വാമിജി നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും കോടി 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 പ്രണാമങ്ങൾ. ഇനി നമുക്ക് ചോദ്യങ്ങൾ കടക്കാം. തീർച്ചയായിട്ടും സ്വാമിജി, അതുപോലെ തന്നെ ഈ കുട്ടികളുടെ വളർച്ചയിൽ, കഴിവിൽ മറ്റ് സഹപ്രവർത്തകർ, അധ്യാപകർ, മറ്റു കുട്ടികൾക്ക് അസൂയ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾ നേരിടും? സ്വാമിജിയുടെ അഭിപ്രായം എന്താണ്? കുട്ടികളുടെ ജീവിതത്തിൽ എപ്പോഴും അവർ കണ്ടുവരുന്നൊരു പ്രവണതയാണ് തൻ്റെ കഴിവിനെ നോക്കി അസൂയപ്പെടുന്ന കൂട്ടുകാരും അല്ലെങ്കിൽ ഈവൻ അധ്യാപകന്മാർ പോലും. കുട്ടിയിൽ ഓവർ കഴിവ് വന്നാൽ അധ്യാപകന്മാർക്ക് പേടിയാണ്. കാരണം അധ്യാപകനേക്കാളും കഴിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ അധ്യാപകനെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കുട്ടികൾ വിഷമത്തോടുകൂടി വീട്ടിൽ വന്ന് പറയും, അമ്മേ എൻ്റെ നോട്ട് ബുക്ക് അവൻ വലിച്ചു കയറി, അല്ലെങ്കിൽ ടീച്ചർ എന്നെ ചീത്ത പറഞ്ഞു, ടീച്ചർ എന്നോട് എപ്പോഴും പറയുന്നുണ്ട് നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ പുസ്തകം വായിച്ചിരിക്കുന്നത്, നിനക്ക് പോയി കളിച്ചുകൂടെ, ഇങ്ങനെ ബുദ്ധിമാന്മാരാവുന്നതിലല്ല കാര്യം എന്നൊക്കെ എന്നെ ഹരാസ് ചെയ്യുന്നു, എന്നെ കുട്ടികൾ കളിയാക്കുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ അമ്മമാർക്ക് ചെയ്യാവുന്ന എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇന്ന് ചെയ്തു വരുന്ന വഴി എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക, ഒരു മുട്ടറക്കുക, കുട്ടിയുടെ കയ്യിൽ ഒരു ചരട് കെട്ടുക, മോന് ഒരു ബാധയും ഏൽക്കരുത് എന്ന്. ഇപ്പോൾ ബാധ ഏൽക്കാത്ത ഒരു മകനെയാണ് അമ്മമാർ, പ്രത്യേകിച്ച് കേരളീയർക്ക് അങ്ങനത്തെ ചിന്തകൾ വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ പിന്നെ ജോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് ഈ കുട്ടിയുടെ നേരെ കണ്ണ് വെക്കുന്നവരുടെ കണ്ണ് ഇങ്ങോട്ട് വരാതിരിക്കാൻ എന്താ വഴി എന്നുള്ളതാണ്. എന്തോ ഭാഗ്യത്തിന് കുട്ടിയുടെ കഴുത്തിൽ കൊട്ടത്തേങ്ങ തൂക്കി നടക്കാത്തത്. ഒരു പക്ഷേ അത് പറഞ്ഞു കൊടുക്കുകയാണ്, കൊട്ടത്തേങ്ങ തൂക്കി നടന്നാൽ അവന് ബാധ ഏൽക്കില്ല, കണ്ണേൽക്കില്ല പറഞ്ഞാൽ അതും അമ്മമാർ ചെയ്യാൻ മറക്കില്ല. അത്തരമൊരു വികൃത സമൂഹം നമുക്കുണ്ട്. എനിക്ക് അമ്മമാരോടും അച്ഛന്മാരോടും പറയാനുള്ളത്, കുട്ടികളോട് ആർക്കെങ്കിലും ഇത്തരം അസൂയാത്മകമായ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികളെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങളുടെ കഴിവുകൾ പ്രകടമാക്കുന്നതോടൊപ്പം മറ്റുള്ളവർ കൂടി വളർന്നു വരണം എന്നുള്ള ഒരു വിശാല മനസ്സ് നിങ്ങളിലുണ്ടാകണം. നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ പോലെ ഒരു കെയറിങ്, മറ്റുള്ളവരെ പോലും കെയർ ചെയ്യാനുള്ളൊരു കഴിവ്. ഞാനിത് പറയുമ്പോഴുണ്ടല്ലോ എൻ്റെ മനസ്സിൽ കടന്നു വരുന്നൊരു ചിത്രം ശ്രീകൃഷ്ണ ഭഗവാന്റെയും കുചേലൻ്റെയും ചിത്രമാണ്. ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ ജീവിച്ചൊരു കുചേല ബ്രാഹ്മണൻ ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ 64 ദിവസത്തെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് ചേരുന്നൊരു കഥ ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. അപ്പോൾ ആ 64 ദിവസം എത്രയോ സമ്പൽ സമൃദ്ധിയിൽ ജനിച്ച കൃഷ്ണൻ ദരിദ്രനായ സുധാമാവിനോടൊപ്പം ജീവിക്കുമ്പോൾ ആ സുധാമാവിനെ പോലും കെയർ ചെയ്യുന്ന, സുധാമാവിനെ പോലും ഉയർത്തുന്ന ഒരു കൃഷ്ണൻ ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. അപ്പം അതുപോലെ നമ്മുടെ കുട്ടികളോട് പറയണം, നീ മറ്റുള്ളവരോട് നല്ലത് സംസാരിക്കണം, നീ നിന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യണം. മറ്റുള്ള കുട്ടികളെ കൂടി കണക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് വിഷയങ്ങളായാലും, പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് ആണല്ലോ ഇത്തിരി പ്രോബ്ലം ഉണ്ടാകുന്നത്, സോൾവ് ചെയ്യേണ്ട പ്രോബ്ലംസ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യത്തിൽ നീയും ഹെൽപ്പ് ചെയ്യണം. നീ അവരെയായിട്ട് നല്ല ബന്ധത്തിൽ, നീ എപ്പോഴും അവർ തെറ്റ് ചെയ്താലും അവരോട് പറയണം, ഐ ആം നോട്ട് വറീഡ്, ഐ ആം നോട്ട് കെയറിങ്, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, സോറി എന്ന് അവർക്ക് തോന്നുന്ന വിധത്തിൽ നീ അവരോട് പെരുമാറണം. ഇത്തരം കാര്യങ്ങളിൽ കുട്ടികളെ പക്വത വരുത്തിക്കേണ്ട ചുമതല അച്ഛനമ്മമാർക്കുണ്ട്. അപ്പം തെറ്റുകൾ സംഭവിക്കുമ്പോൾ തൻ്റെ കുട്ടിയെ, തെറ്റ് ചെയ്തവനെ പരിവർത്തനം വരുത്താനുള്ള ഒരു മാനസിക സ്ഥിതി ഉള്ളവനാക്കി മാറ്റാനുള്ള ഒരു അവസ്ഥ കുട്ടിയിൽ സംജാതമാക്കാൻ അച്ഛനമ്മമാർക്ക് സാധിക്കുകയാണെങ്കിൽ അവർ വലിയൊരു ഗൈഡുകളായി മാറും. അപ്പം ഇതിൽ അച്ഛനമ്മമാർക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് കുട്ടിയോട് ആർക്കെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ അത് തെറ്റാണെന്ന്. അസൂയ പ്രകൃതിയുടെ സ്വഭാവമാണ്. ഒരാൾ നന്നായി കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും അസൂയയുണ്ട്, നിങ്ങളുടെ ഉള്ളിലും ചില സമയത്ത് ചില നെഗറ്റീവ് ടെൻഡൻസികളുണ്ട്. അപ്പോൾ നമ്മൾ കഴിയുന്നത്ര മറ്റൊരാളെ കെയർ ചെയ്യാൻ ശ്രമിക്കുക, അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്ന് വെറുതെ ചോദിച്ചാൽ മതി, ഹൗ ആർ യു? ആ സ്നേഹബന്ധങ്ങൾ, നാളെ നീയും നല്ല പഠിച്ച മാർക്ക് മേടിക്കുന്നവനായിത്തീരും എന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ, ആ കുട്ടികളിൽ കിട്ടുന്ന പ്രചോദനവും ഊർജവും കൊണ്ട് ഒരു പക്ഷേ നമുക്ക് ആ കുട്ടികളിൽ ഉണ്ടാകുന്ന ഇത്തരം നെഗറ്റീവ് ടെൻഡൻസികൾ മാറ്റാൻ സാധിക്കും. തീർച്ചയായിട്ടും അച്ഛനമ്മമാർ കുട്ടികളെ ഒന്ന് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യിക്കണം. അവരോട് പറയേണ്ടത്, അസൂയ കാണിക്കുന്നവരെ വെറുക്കുന്നതിലല്ല, അസൂയ കാണിക്കുന്നവരെ പരിഗണിക്കുന്നതിലാണ് നമ്മുടെ വിജയം എന്ന്. അതിന് ആ ഒരു തുറന്ന മനസ്സ് നിനക്കുണ്ടാവണം. ആരും ഈ ലോകത്തിൽ കുറ്റക്കാരായിട്ടല്ല വരുന്നത്, സാഹചര്യമാണ് അവരെ തെറ്റുകാരും കുറ്റക്കാരുമാക്കുന്നത്. അപ്പം നമുക്ക് ആ വ്യക്തികളെ നല്ലൊരു സാഹചര്യം ഒരുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ ഒന്ന് മുന്നോട്ടിറങ്ങണം. നീ പോയി അവരോട് സംസാരിക്കൂ എന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കൂട്ടുകാരെ സൃഷ്ടിക്കുവാൻ അവർക്ക് സാധിക്കും. നിങ്ങളുടെ കുട്ടികളോട് അസൂയ കാണിക്കുന്നവരെ വെറുക്കുന്ന ഒരു വാക്കുകളും
നിങ്ങൾ ആ കുട്ടിയുടെ മനസ്സിൽ കുത്തി വെക്കരുത്. അതായിരിക്കട്ടെ അമ്മമാരുടെ ചിന്തനം. ഇതാണ് എൻ്റെ അഭിപ്രായം. സ്വാമിജിയുടെ ശ്രദ്ധ മറ്റൊരു വിഷയത്തിലേക്ക് കൊണ്ടുവരട്ടെ. ഇന്ന് മാധ്യമങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുകയാണ് കുട്ടികൾക്കെതിരെ അക്രമങ്ങൾ, പീഡനങ്ങൾ. ഇത് സൃഷ്ടിക്കുന്ന മാനസികാവസ്ഥ, മാനസിക വിഷമം, ഒരു കുട്ടികളുണ്ടാക്കുന്ന മാനസിക വിഷമം, അതിൽ നിന്ന് അവരെ എങ്ങനെ പുറത്തു വരാനായിട്ട് പ്രാപ്തരാക്കാൻ സാധിക്കും? വളരെ നല്ലൊരു ചോദ്യമാണത്. ഇന്ന് പല രക്ഷിതാക്കളെയും അലട്ടുന്നൊരു പ്രശ്നമാണ്. കാരണം ദിവസം പ്രതി നമ്മൾ പത്രത്തിലൂടെയും നമ്മുടെ TV മാധ്യമങ്ങളിലൂടെയും കാണുന്നത് കൈയൊടിച്ച കുട്ടിയുടെ ചിത്രവും കാലൊടിച്ച കുട്ടിയുടെ ചിത്രവും അച്ഛൻ ക്രൂരമായി പീഡിപ്പിച്ച് മരണതുല്യമാക്കിയ കുട്ടിയുടെ ചിത്രവും ഇതൊക്കെ കാണുകയും വായിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ കുട്ടിയിലുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ പലപ്പോഴും ഒരു അച്ഛനമ്മമാർക്ക് മാറ്റാൻ പറ്റാറില്ല. ഈ കാഴ്ചകൾ അല്ലെങ്കിൽ ഈ ചിത്രങ്ങൾ, ഈ അനുഭവങ്ങൾ, ഈ ന്യൂസുകൾ കുട്ടികളിൽ എത്തിക്കുന്നത് കുറേ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ്. അതായത് തൻ്റെ ചുറ്റും ഒരു ക്രൂരമായ സമൂഹമുണ്ടെന്നും ഈ ക്രൂരമായ സമൂഹത്തിന് തന്നെ എപ്പോൾ വേണമെങ്കിലും ഒരു ഇരയാക്കാൻ സാധിക്കുമെന്നും തന്നെ പീഡിപ്പിക്കാൻ സാധിക്കുമെന്നും ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു മെസ്സേജ് കുട്ടി റൈറ്റ് ചെയ്യാണ്. ഇത് രക്ഷിതാക്കൾ തിരിച്ചറിയണം. കുട്ടികൾ ഇത്തരം ന്യൂസുകൾ കേൾക്കുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു മാനസിക ഡിപ്രഷൻ നാളെ അവരെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ ഒരു പടിയിലേക്ക് അവരെ മാറ്റി വയ്ക്കുകയാണ്. ജീവിതത്തിൻ്റെ തകർച്ചയിലേക്ക് അവരെ തള്ളി മാറ്റുകയാണ്. അപ്പം മനുഷ്യ മനസ്സിന് എല്ലാ അനാവശ്യ ചിന്തകളെയും ഓർമ്മിക്കാനുള്ള കഴിവുണ്ടെന്നും ഈ അനാവശ്യ ചിന്തകൾ നാളെ അവരുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നതാണെന്നും രക്ഷിതാക്കൾ തിരിച്ചറിയണം. അതുകൊണ്ട് മുളയിലെ നുള്ളിക്കളയുക എന്ന് പറഞ്ഞ പോലെ ഇത്തരം ചിന്തകളെ മുളയിൽ നിന്ന് മുള്ളിക്കളയാൻ അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ചില കഥകൾ. ഇവിടെയാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും കഥയുടെ മഹത്വവും. ഇന്ന് നമുക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു സംസ്കാരം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കുട്ടിക്കാലത്ത് തന്നെ പൂതനയുടെ കഥയും അതുപോലെ തന്നെ ഹിരണ്യകശിപുവിൻ്റെ കഥയും അതുപോലെ കംസൻ്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ചുറ്റും നമ്മളെ തളർത്താൻ സാധിക്കുന്ന ഒരു സമൂഹമുണ്ടെന്നും പക്ഷേ ഈശ്വര സ്മരണം കൊണ്ട്, നാമജപം കൊണ്ട്, അതുപോലെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് ഇവരെ നേരിടാൻ നമുക്ക് സാധിക്കണമെന്നും നമുക്ക് അങ്ങനെയുള്ള പ്രഹ്ലാദന്മാരും ധ്രുവന്മാരും ഉണ്ടായിരുന്നുവെന്നും ആ കുട്ടികൾക്ക് പ്രചോദനവും ഊർജ്ജവും കൊടുക്കണം. പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ അതിനെ നേരിടാനുള്ള ശക്തിയും മറുഭാഗത്തുണ്ടെന്ന് മറക്കരുത്. പ്രകൃതിയുടെ നിയമം അതാണ്. പ്രകൃതി എപ്പോഴും ഒരു പ്രവൃത്തിയിലും പ്രതിപ്രവൃത്തിയിലും നിൽക്കുന്നു. അതായത് ഒരു കൊതുക് നമ്മളെ വന്ന് കടിക്കുന്ന സമയത്ത് ആ കൊതുകിൽ നിന്നും വരുന്ന ചില ബാക്ടീരിയകളെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ ശക്തിയും നമ്മുടെ ശരീരത്തിലുണ്ട്. ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി എന്നതുപോലെ മനസ്സിൻ്റെ പ്രതിരോധ ശക്തിയാണ് നമ്മളിലുള്ള ഈശ്വരീയ ശക്തി, നമ്മളിലെ വിവേകശക്തി. കുട്ടികളോട് പറയണം, ഈ ശക്തി നമ്മൾ വളർത്തിയെടുത്താൽ നമ്മളെ ആർക്കും തളർത്തുവാനോ തകർക്കുവാനോ സാധ്യമല്ല. നേരെ മറിച്ച് നിങ്ങൾ ആ ശക്തി വളർത്തിയെടുത്തില്ലെങ്കിലോ, നിങ്ങൾ പ്രതിരോധ ശക്തി ഇല്ലാത്തവരായാൽ ഒരു കൊതുക് കടിച്ചാൽ നിങ്ങൾ രോഗികളായി മാറുന്ന പോലെ ഇന്ന് നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള പനികൾ, ഇന്ന് പുതിയ പുതിയ പനികൾ കൂടി വരികയാണ്. പ്രതിരോധ ശക്തി ഇല്ലാത്തവർക്കാണ് പനികൾ വരുന്നത്, അസുഖങ്ങൾ വരുന്നത്. അതേപോലെ മാനസിക പ്രതിരോധ ശക്തി ഇല്ലാത്തവർക്കാണ് ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് എന്ന് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കഥകളെ എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് കുട്ടികൾക്ക് കഥയിലെ മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നാളെ ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ അവർക്ക് അതിനെ തരണം ചെയ്യാനുള്ള കരുത്ത് കിട്ടും. സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് പറയാൻ സാധിക്കും, ഇന്നും ഹിരണ്യകശിപുമാരുണ്ട്, ഇന്നും കംസന്മാരുണ്ട്, ഇന്നും പൂതനമാരുണ്ട്. പക്ഷേ ഒരു കുട്ടി ഇരയായി തീർന്നു. കാരണം ആ കുട്ടിയിൽ ഒരു പ്രഹ്ലാദനെ കണ്ടെത്താൻ, ധ്രുവനെ കണ്ടെത്താൻ ആ കുട്ടിക്ക് സാധിച്ചില്ല എന്നുള്ളത്. ഹിരണ്യകശിപു എന്ന് പറയുന്ന ഭാഗവതത്തിലെ കഥാപാത്രം അന്നും ഇന്നുമുണ്ട്. കുട്ടികളെ ആക്രമിക്കുന്ന, കുട്ടികളെ നശിപ്പിക്കുന്ന ക്രൂരമായ മനസ്ഥിതിയുള്ള ഒരു വിഭാഗത്തെയാണ് ഹിരണ്യകശിപുമാരെന്ന് പറയുന്നത്. ഈ ഹിരണ്യകശിപുമാർ അന്നും ഇന്നുമുണ്ട്. പക്ഷേ അന്ന് പ്രഹ്ലാദൻ എങ്ങനെയാണ് ഹിരണ്യകശിപുവിനെ നേരിട്ടത്, ഇന്ന് അതുപോലുള്ള പ്രഹ്ലാദന്മാരുടെ എണ്ണം നമുക്ക് കുറഞ്ഞു വരികയാണ്. കാരണം പ്രഹ്ലാദന് ജന്മം കൊടുത്ത ഒരു കയാതു എന്ന് പറയുന്ന അമ്മ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് തന്നെ ഭാഗവതം കേട്ട് കുട്ടിക്ക് ഊർജ്ജവും ഉണർവും നൽകി എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ അമ്മമാർക്ക് അതിനൊന്നും സമയമില്ലാതെ പോയി. അപ്പോൾ ഒരു കുട്ടിയെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടുന്നതിന് പ്രാപ്തമാക്കുന്നതിന് ഗർഭകാലം തന്നെ ശുശ്രൂഷ തുടങ്ങണം. ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ഭാഗവതവും മറ്റുമൊക്കെ കേൾക്കുകയാണെങ്കിൽ നാളെ ഇത്തരത്തിലുള്ള ന്യൂസുകൾ ആ കുട്ടി ജനിച്ചു വന്നു കഴിഞ്ഞാൽ കാലക്രമേണ വായിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് മനസ്സിൽ നിന്ന് അതെല്ലാം മാറ്റാൻ സാധിക്കും.
അതുകൊണ്ട് കുട്ടികളെ പ്രാപ്തരാക്കേണ്ട, തയ്യാറാക്കേണ്ട ഒരു കടമ, ഉത്തരവാദിത്തം രക്ഷിതാക്കളുണ്ട്. തീർച്ചയായിട്ടും രക്ഷിതാക്കൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. അതാവട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പരിശ്രമം. കുട്ടികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് സ്വാമിജിയുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുകയാണ്. പ്രകൃതി വിരുദ്ധവും അല്ലാതെയുമായിട്ടുള്ള ലൈംഗിക പീഡനത്തിന് ഇരയാകുന്ന കുട്ടികൾ, അവരുടെ അവസ്ഥ മനസ്സിലാക്കാനും അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനും രക്ഷിതാക്കൾക്ക് എങ്ങനെ സാധിക്കും? അങ്ങനെ അറിഞ്ഞാൽ അവിടെ ഏത് രീതിയിലുള്ള സമീപനമാണ് തുടരേണ്ടതെന്നുള്ള അവരെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു? 2 ചോദ്യങ്ങളാണ് ഈ വിഷയത്തിൽ അങ്ങ് ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, പ്രകൃതി വിരുദ്ധവും അല്ലാത്തതുമായ ലൈംഗിക പീഡനത്തിന് ഇരയാവുന്ന കുട്ടികൾ അങ്ങനെ ഇരയായിട്ടുണ്ടോ എന്ന് എങ്ങനെ രക്ഷിതാക്കൾക്ക് അറിയാൻ സാധിക്കുമെന്ന് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, അങ്ങനെ ഇരയായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ ആ മാനസികാവസ്ഥയിൽ നിന്ന് എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളത്. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. വിദ്യാലയങ്ങളിലും മതശാലകളിലും എല്ലാം അനസ്യൂതം ഇത്തരത്തിലുള്ള ചൈൽഡ് അബ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ ശക്തമായ നിയമങ്ങൾ ഗവൺമെൻറ് പക്ഷത്തു നിന്നുണ്ടാവണം. ഒരു തരത്തിലും അത്തരക്കാർക്ക് യാതൊരുവിധ ജാമ്യം പോലും കിട്ടാൻ പറ്റാത്ത വകുപ്പുകളിലുള്ള ശിക്ഷകൾ ഉണ്ടാക്കിയെടുക്കണം. രണ്ടാമത്തത്, രക്ഷിതാക്കൾ വളരെയധികം ഇത്തരം കാര്യങ്ങളെ നിരീക്ഷിക്കണം. അതായത് പലപ്പോഴും കുട്ടികളെ ഇത്തരം പ്രകൃതി വിരുദ്ധങ്ങളും ലൈംഗിക പീഡനങ്ങൾക്കും ഇരയാക്കുന്നവർ അവർക്ക് ഒരു ലൈംഗികമായ ആവേശമുണ്ടാക്കും. കാരണം ഏത് ജീവജാലങ്ങളിലും സഹജമായൊരു വികാരമാണ് ലൈംഗിക ആവേശം. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്നും കുട്ടികളോട് അല്പനേരം സംസാരിക്കുന്നവരായിത്തീരണം. എന്താണ് സ്കൂളിൽ നടന്നതെന്നും എന്താണ് തൻ്റെ മതശാലയിൽ നടന്നതെന്നും കുട്ടികളോട് തുറന്നു ചോദിക്കാൻ അധ്യാപകന്മാർ എങ്ങനെയൊക്കെയായിരുന്നു എന്നൊക്കെ ചോദിക്കാൻ, ട്യൂഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, എന്താണ് പഠിച്ചതെന്നും നോട്ട്സൊക്കെ നോക്കി എല്ലാം ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് കുട്ടികളെ ഒന്ന് നിരീക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ കുട്ടികൾക്ക് അവരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില സത്യങ്ങൾ പറയാനുള്ളൊരു മടിയുണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കണം എവിടെയോ ചില താളങ്ങൾ തെറ്റിയിട്ടുണ്ട്. കുട്ടികളിൽ പൊതുവേ ഇത്തരം അവസ്ഥകൾ ഉണ്ടാവുകയാണെങ്കിൽ പഠിക്കാനുള്ള താല്പര്യക്കുറവ്, എപ്പോഴും മൂഡ് ഓഫ്, ഇതൊക്കെയാണ് സൈക്യാട്രിസ്റ്റുമാർ പൊതുവെ പറഞ്ഞു വരാറ്. കുട്ടികൾക്ക് ഒന്നിനോട് താല്പര്യം ഉണ്ടാവില്ല, എപ്പോഴും ഒരു ഗ്ലൂമി ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന സ്വഭാവം. അപ്പോൾ ഇത്തരം സ്വഭാവങ്ങളെ രക്ഷിതാക്കൾ വളരെയധികം നിരീക്ഷിക്കേണ്ടതുണ്ട്. ഒരു അച്ഛനമ്മമാരിൽ ഉണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടികളെ ശ്രദ്ധിക്കുന്നൊരു കാര്യം. വെറുതെ ശ്രദ്ധിക്കല്ല, അവരുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും ഇടപഴകലിലും ഉണ്ടാവുന്ന മാറ്റങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യൽ. അപ്പം ഇങ്ങനെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്ന സമയത്ത് കുട്ടിക്ക് ചിലതൊക്കെ തുറന്നു പറയാനുള്ള പ്രേരണ ഉണ്ടാവും. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ ഈ സ്വന്തം എന്താ പറയുക ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട്, അതായത് നമ്മുടെ വീട്ടിൽ വരുന്ന ബന്ധുക്കളോടൊക്കെ ഇടപഴകുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും തുറന്നു പറയും. കാരണം അവർക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല, അവർ സത്യം തുറന്നു പറയും. അതുപോലെ കൗൺസിലിംഗ് അത് വളരെ ആവശ്യമാണ്. മാസത്തിലൊരിക്കലെങ്കിലും വിദ്യാലയങ്ങളിൽ ഒരു കൗൺസിലിംഗ് കുട്ടികൾക്ക് വേണ്ടി വെക്കേണ്ടതുണ്ട്. അതായത് കുട്ടികൾ ഇത്തരം ഇരകളാവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി, ഇത്തരം പ്രവൃത്തികളിൽ ഇരകളാവുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഒരു നിരീക്ഷണ പരീക്ഷണങ്ങൾ ചെയ്താൽ ഒരുപക്ഷെ കുട്ടിയിൽ അടക്കി വെച്ചിരിക്കുന്ന ചൂഷണത്തിൻ്റെ കഥകൾ കുട്ടികൾക്ക് പറയാനുണ്ടാവും. അടുത്ത കാലത്ത് കാനഡയിൽ ഇതിനെക്കുറിച്ച് വലിയൊരു പഠനം നടത്തിയപ്പോൾ ഒരുപാട് കുട്ടികളെ ഇത്തരത്തിൽ ചൂഷണങ്ങൾക്ക് വിധേയരാക്കിയ കഥകളാണ് അവർക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ ഭാരതത്തിലും ഇത് സംഭവിക്കുന്നുണ്ടാവും, കേരളത്തിലും സംഭവിക്കുന്നുണ്ടാവും, പലരും അറിയുന്നില്ല എന്ന് മാത്രം. നമുക്ക് ഇവിടെ ഒരു കഥ നമുക്ക് ഓർക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിൽ തന്നെ ഭഗവാൻ പ്രസവിച്ച ഉടനെ തന്നെ കൃഷ്ണന് അനവധി ചാലഞ്ചുകൾ വരികയാണ്. കംസനായിട്ടും പലരുമായിട്ടും പല രൂപത്തിൽ. ഇതിനെയൊക്കെ നേരിടാൻ ആ കൃഷ്ണന് സാധിക്കുമ്പോൾ ഈ ചാലഞ്ചുകളെയൊക്കെ കൃഷ്ണൻ തോൽപ്പിക്കുന്ന ഒരു കഥയാണല്ലോ ശ്രീമദ് ഭാഗവതത്തിൽ കൃഷ്ണൻ്റെ കഥ പറയുന്നത്. ഇതുപോലെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മുന്നിൽ പലതരത്തിലുള്ള സ്വഭാവക്കാർ വരും, പലതരത്തിൽ നമ്മളെ പ്രേരണ നൽകും. അവരിലൊന്നും നിങ്ങൾ ഇരകളായി തീരരുത്. അത്തരത്തിലുള്ള ഇരകളായി തീർന്നവരുടെ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അച്ഛനമ്മമാർക്ക് സാധിക്കണം. ഞാൻ പലപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ട്. കുട്ടികളെ ജീവിതം എന്ന് പറയുന്നത് ഒരു തത്തമ്മയെ പോലെ ആവരുത്. പണ്ടൊരു തത്ത തൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. കാട്ടിൽ വേടൻ വന്ന് തത്തകളെ പിടിച്ചുകൊണ്ടുപോകുന്ന രംഗം കാണുമ്പോൾ ഈ തത്തമ്മ പറഞ്ഞു കൊടുക്കും, കുട്ടികളെ നിങ്ങൾ പഠിക്കണം, തത്തക്കുട്ടികളെ ഭയാട്ട് പഠിക്കണം. കാട്ടിൽ വേടൻ വരും, വേടൻ വലവിരിക്കും, വലയിൽ ധാന്യങ്ങളിടും, നിങ്ങൾ ചെന്നിരിക്കരുത്, ചെന്നിരുന്നാൽ കുരുങ്ങും, കുരുങ്ങിയാൽ ചത്തുപോവും എന്നൊക്കെ പറഞ്ഞ് തത്തകളെ പഠിപ്പിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ഈ വേടൻ വരും, അവൻ വേടൻ കാട്ടിൽ വന്നിട്ട്
വലയിൽ ധാന്യങ്ങളൊക്കെ ഇടുമ്പോൾ തത്തക്കുട്ടികൾ പറയും ഞങ്ങൾ വന്നിരിക്കില്ല, കാരണം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് തത്തകളെ കാട്ടിൽ വേടൻ വരും, വലയിൽ ധാന്യങ്ങളിടും എന്നൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഈ വേടൻ ഈ എന്താ പറയുക വിത്തുകൾക്ക് പകരം കുറച്ച് ഫലങ്ങൾ, അതായത് പഴങ്ങൾ കൊണ്ടുപോയിട്ടു. അപ്പോൾ ഈ തത്തക്കുട്ടികൾ ഇതെല്ലാം കണ്ടു പറന്നു വരികയാണ്. അവർ പറയുകയാണ് ഞങ്ങൾ പഠിച്ചതൊക്കെ വിത്തുകൾ കൊണ്ടുപോയിടുന്നതാണ്, ഒരിക്കലും ഞങ്ങൾ പഴങ്ങൾ കൊണ്ടുപോയിടുന്ന് പഠിച്ചിട്ടില്ല. അവർ പഴത്തിൽ വന്നിരിക്കുന്നു. ഈ പഴത്തിൽ വന്നിരിക്കുന്ന സമയത്ത് അവർ അറിയുന്നില്ല വേടൻ വല വലിക്കുന്നത്. അങ്ങനെ എല്ലാ തത്തക്കുട്ടികളും ആ വലയിൽപ്പെട്ട് പോകുന്ന ഒരു കാഴ്ച ആ മുത്തശ്ശി തത്ത കാണുമ്പോൾ കരഞ്ഞോട് പറയും, കുട്ടികളെ നിങ്ങളുടെ വിധി ഇതായല്ലോ. ഇതേപോലെ നമ്മുടെ കുട്ടികളെ നാം എന്തോ പഠിപ്പിക്കുന്നതിലല്ല, ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ, പരീക്ഷണങ്ങളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുന്നതിലാണ്. ഒരിക്കലും നല്ലൊരു സമൂഹം ഈ ലോകത്തിൽ എന്നും ഉണ്ടാവില്ല. നമ്മുടെ ചുറ്റും ചൂഷണം ചെയ്യുന്നവരുടെ, ലൈംഗികമായി പീഡിപ്പിക്കുന്നവരുടെ, അക്രമവാസനയുള്ളവരുടെ ഒരു സമൂഹം നമുക്ക് ചുറ്റും ഉണ്ടാവും. അവരെയൊക്കെ നേരിടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം. കൃഷ്ണൻ എപ്രകാരമാണോ പൂതനെയും കംസനെയും നേരിടുന്നത്, നമ്മുടെ കുട്ടികളും ഇത്തരം ചൂഷണക്കാരെ നേരിടാൻ പ്രാപ്തരാക്കണം. അതിനാണ് നിങ്ങൾ നാമജപവും ധ്യാനവും കുട്ടികളെ കുട്ടിക്കാലത്തെ പരിശീലിപ്പിക്കേണ്ടത് എന്ന് നിങ്ങൾ മറക്കരുത്. അമ്മമാർ വളരെയധികം കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് സ്വന്തം കുട്ടിയുടെ ജീവിതവും നിങ്ങൾക്കുണ്ടാവുന്നത് മാനസിക വിഷമങ്ങളും. ഇതിനാണോ നിങ്ങൾ കല്യാണം കഴിച്ചത്? ഇതിനാണോ നിങ്ങൾ കുട്ടികളായി ജീവിക്കുന്നത്? അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ ജീവിക്കുന്നത്? അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്താണ് കൈവരിക്കുന്നത്? ഇത് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ നല്ല കുട്ടികളായി തീരാൻ നിങ്ങളുടെ നല്ലൊരു സമീപനം, നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വം അതിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതിന് ജഗദീശ്വരൻ നിങ്ങൾക്ക് കരുത്ത് തരട്ടെ. ജോലിഭാരവും ജോലി സമയവും കൂടി വരികയാണ്, അതുപോലെ തന്നെ മാനസികമായ ടെൻഷനും. ഈ സാഹചര്യത്തിൽ അവരെങ്ങനെ ഇതിനെ നേരിടും? ധാരാളം ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇന്ന് ജോലി സംബന്ധമായ പ്രശ്നങ്ങളൊരു വശത്ത്. ധാരാളം പ്രശ്നങ്ങൾ ജോലി സ്ഥലത്തുണ്ട്. നേരത്തെ വരണം, വളരെ വൈകിട്ടേ പോകാൻ പറ്റുള്ളൂ. ഈ സാഹചര്യങ്ങളൊക്കെ വളരെ മാനസിക സമ്മർദ്ദങ്ങൾ ഓരോ വ്യക്തിയുടെ മനസ്സിലും ഉണ്ടാക്കുന്നുണ്ട്. പലരും ഇന്ന് മെൻ്റലി ഡൗണാണ്, അവരറിയുന്നില്ല എന്ന് മാത്രം. ഒരു വശത്ത് അവർ കുതിരകളെപ്പോലെ ഓടി പണിയെടുക്കുന്നുണ്ടെങ്കിലും വേറെ വശത്ത് ഒരു കുരങ്ങനെ പോലെ ഇരുന്ന് ചൊറിഞ്ഞ് ഒരു ഭാഗത്ത് മാനസികമായി ദുഃഖിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നിലുള്ള ഒരു വിഷാദ രോഗിയെ അവർ കാണുന്നില്ല പലരും. ഈ ടെൻഷൻ ഒരു വിഷാദ രോഗമാണ്. അപ്പം ഇതിനെ ഒഴിവാക്കാൻ എന്താണ് വഴി? അതാണല്ലോ ചോദ്യം. തീർച്ചയായിട്ടും നമ്മുടെ ഭാരതീയ സംസ്കാരം ഇതിന് വഴി കാണിച്ചു തരുന്ന ഒരു ഉന്നതമായ ഉദാത്തമായ സംസ്കാരമാണ്. ഭാരതീയ ഋഷീശ്വരന്മാർ പണ്ടേ ഇതിനുള്ള പരിഹാരം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവർ പറയുന്നുണ്ട് ഈ ടെൻഷന് കാരണം എന്താണ് ടെൻഷൻ? ടെൻഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഒരു ഉദാഹരണത്തിന് ഒരു ഇലാസ്റ്റിക് എടുത്ത് വലിക്കുന്നു. രണ്ട് ഭാഗവും ശക്തിയിൽ വലിക്കും തോറും അതിൻ്റെ ടെൻഷൻ കൂടി വരും. ടെൻഷൻ കൂടുന്തോറും ഒരു വശത്ത് വിട്ടുകഴിഞ്ഞാൽ അത് മറുവശത്തുണ്ടാക്കുന്ന ഒരു അടി അത് സഹിക്കാൻ പറ്റാത്തതാവും. ഒരു റബ്ബർ ബാൻഡ് എടുത്ത് വലിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് അറിയാൻ സാധിക്കും. അപ്പോൾ എന്തൊന്ന് വളരെ ടൈറ്റായിട്ട് കിടക്കുന്നോ അത് ടെൻഷൻ ഉണ്ടാക്കും. എന്തൊന്ന് അല്പം ലൂസായി കിടക്കുന്നുണ്ടോ അത് നമുക്കൊരു റിലാക്സേഷൻ തരും. ഇപ്പം നമ്മൾ രാവിലെ തന്നെ ജോലിയെക്കുറിച്ച് ചിന്തിച്ച് അവിടുത്തെ പ്രശ്നങ്ങളും ചിന്തിച്ച് നമ്മുടെ മനസ്സുണ്ടാക്കുന്ന ഒരു വലിയ ഹൈ ടെൻഷൻ, ഒരു തീവ്രമായിട്ടുള്ള ഒരു വലിവ്, അത് നമ്മളിലുണ്ടാക്കുന്ന ടെൻഷൻ നമ്മളാരും കാണുന്നില്ല. അപ്പം നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോഴും അതേ ചിന്തനം കൊണ്ടാണ് വരുന്നതെങ്കിൽ ആ വലിഞ്ഞ ഒരു കയറായിട്ടാണ് നിങ്ങൾ വരുന്നത്. അല്പനേരം അതിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ടെൻഷൻ നിങ്ങൾക്ക് അവിടെ വിടാനും സാധിക്കും. അവിടെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ചില ശക്തികളുടെ കഴിവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒന്ന് പ്രാണായാമം, ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ്. അല്പനേരം നിങ്ങളിരുന്ന് വെരി ലോങ് ഡീപ്പ് ബ്രെത്ത് എടുത്ത് കുറച്ച് നേരം നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും ഒന്നയഞ്ഞു. നിങ്ങൾ ആ ടെൻഷനുള്ള ചിന്തയെ വിട്ടുകഴിഞ്ഞു. രണ്ടാമത്തത്, നിങ്ങൾ ഓങ്കാരമന്ത്രം ജപിക്കുകയാണെങ്കിൽ ഓം എന്നുള്ള ദീർഘമന്ത്രോച്ചാരണത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സൊന്ന് അയഞ്ഞു, മനസ്സൊന്ന് ലൂസായി. ഇങ്ങനെ പ്രണവത്തിലൂടെയും പ്രാണായാമത്തിലൂടെയും ജപത്തിലൂടെയും ധ്യാനത്തിലൂടെയും മനസ്സിൻ്റെ ചിന്തകളുടെ ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നിങ്ങൾ കുറച്ചു നേരം ഒരു മാനസിക പിരിമുറുക്കം ഇല്ലാത്തവരായി മാറാൻ ശ്രമിക്കുക. കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നല്ല സംഗീതം കേൾക്കുക,
നല്ല മന്ത്രങ്ങൾ കേൾക്കുക, അതിലേക്കൊക്കെ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. നിങ്ങൾ അല്പനേരം ഒരു കീർത്തനം കേൾക്കുക. ഇന്ന് നമുക്ക് ഐപാഡുകളും ഐപോഡുകളൊക്കെ ഉള്ള കാലമാണല്ലോ. വേണമെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്കിതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാം. രാവിലെ ഓഫീസിൽ പോകുന്ന സമയത്ത് വിഷ്ണു സഹസ്രനാമോ ഗീതയിലെ കുറച്ച് വരികളോ നിങ്ങൾ കേൾക്കൂ. അതുപോലെ ഓഫീസിലെത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് ഒരു 2 മിനിറ്റ് ഇരുന്ന് ഒന്ന് ദീർഘശ്വാസം എടുത്ത് മനസ്സിനെ റീഫ്രഷ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കൂ. ഇങ്ങനെയൊക്കെ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ പണ്ടാരോ പറഞ്ഞതുപോലെ പരിശ്രമം ചെയ്യുകയെന്തിനേയും വശത്തിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്യാൻ നമുക്ക് സാധിക്കും. കൃഷ്ണൻ അതിന് ഉദാഹരണം പറയുന്നത് കൂർമ്മ അങ്കാനി ഇവ്, ആമയെപ്പോലെ എന്നുള്ളതാണ്. ആമ എപ്രകാരമാണോ അവയവങ്ങളെ പിൻവലിക്കുന്നത്, അതേപോലെ നമ്മുടെ മനസ്സിനെ വേണ്ടാത്ത ചിന്തകളിൽ നിന്നും പിൻവലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരം നമ്മുടെ കൂടെയുണ്ട്. അത് കണ്ടെത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനുവേണ്ടി അല്പം നിങ്ങൾ പ്രയത്നിക്കൂ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. ജോലി സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ ഉണ്ടാകുന്ന ഒരു വിഷയത്തിലേക്ക് സ്വാമിജിയുടെ ശ്രദ്ധ കൊണ്ടുവരട്ടെ. പലപ്പോഴും വളരെയധികം പ്രവർത്തിക്കുന്നുണ്ട്, മറ്റുള്ള സഹപ്രവർത്തകരെക്കാൾ കൂടുതൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തോന്നലുണ്ടെങ്കിൽ തന്നെയും അതിനനുസരിച്ചുള്ള അർഹമായ അംഗീകാരം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടാതെ വരികയോ ആ സാഹചര്യങ്ങളിൽ ഒരു മാനസിക സംഘർഷം രൂപപ്പെടാറുണ്ട്. അതിനെ എങ്ങനെ നേരിടാം? പൊതുവെ പലരുടെയും ഒരു പ്രശ്നമാണ്, ഉദ്യോഗസ്ഥ ജീവിതം നയിക്കുന്ന ആളുകൾക്കുള്ളൊരു ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് തൻ്റെ പ്രവർത്തനം കൂടുതലും തനിക്ക് കിട്ടുന്ന റിട്ടേൺ കുറവും. അതൊരു പക്ഷേ സാമ്പത്തിക രംഗത്തും ആവാം, അല്ലെങ്കിൽ അംഗീകാരങ്ങളുടെ മേഖലയിലാവാം, അതേപോലെ തന്നെ ഉന്നതമായ പൊസിഷനിലാവാം. ഈ തരത്തിലുള്ളൊക്കെ അവഗണനകൾ സംഭവിക്കുമ്പോൾ അത് വളരെയധികം മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കാറുണ്ട്. തനിക്ക് അംഗീകാരം കിട്ടാത്തടത്ത് താനെന്തിനാ ഇങ്ങനെ വിഷമിച്ച് ഈ പണികളിലൊക്കെ പോകുന്നത്? ഇതിങ്ങനെ ആവർത്തിച്ചുള്ള ചിന്തനം വരുമ്പോൾ ആ ജോലിയോട് തന്നെ ഒരു മടുപ്പും വെറുപ്പും വിരസതയും അത്തരക്കാർക്കുണ്ടാവാറുണ്ട്. ഇപ്പം ഇവിടെയാണ് നമുക്ക് ഭാരതീയ ദർശനം ഇത്തരം കാഴ്ചപ്പാടുകളെ എങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടത് എന്നത് പറഞ്ഞു തരുന്നത്. അപ്പോൾ നാം മനസ്സിനെ അനലൈസ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ പെർഫോമൻസ്, നാം ചെയ്യുന്ന കാര്യം, രണ്ടാമത്തെ നമ്മുടെ എക്സ്പെക്റ്റേഷൻ, പെർഫോമൻസ് ആൻഡ് എക്സ്പെക്റ്റേഷൻ, മൂന്നാമത് നമുക്ക് കിട്ടുന്നത് ഫ്രസ്ട്രേഷനാണ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുന്നത് ഞാൻ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, രണ്ടാമത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു പലതും, പ്രതീക്ഷിക്കുന്നതൊന്നും കിട്ടുന്നില്ല. ഇത് കിട്ടാത്തത് കൊണ്ട് എനിക്ക് കിട്ടുന്നത് ഫ്രസ്ട്രേഷനാണ്, മാനസിക വിഷമങ്ങളാണ്. ഇതിനെ നമുക്ക്, ഈ ഫ്രസ്ട്രേഷനെ നമുക്ക് എക്സ്പേർട്ടിസമാക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം. അതായത് എക്സ്പേർട്ടിസം എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ ഞാനൊരു അതോറിറ്റിയാണ്, ഞാൻ അതിൽ വളരെയധികം ഒരു ആവശ്യമുള്ളവനാവണം. എനിക്കൊരു പക്ഷേ ഇന്ന് കിട്ടുന്ന സാലറി കുറവായിരിക്കാം, ഒരുപക്ഷെ എനിക്ക് കിട്ടുന്ന അംഗീകാരം ഇന്ന് കുറവായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ പ്രവൃത്തിയിൽ വളരെയധികം എക്സ്പേർട്ടാണെങ്കിൽ, അതിനെക്കുറിച്ച് ആധികാരികമായൊരു അറിവുള്ളവനാണെങ്കിൽ, നാളെ എന്നെ കാത്ത് നല്ലൊരു ജോലി ഉണ്ടായിരിക്കും. നാളെ എനിക്ക് അംഗീകാരവും ആദരവും തരാനൊരു സമൂഹം എനിക്ക് വേണ്ടി ഉണ്ടായിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ എക്സ്പേർട്ട് ആവാനല്ല ശ്രമിക്കുന്നത്, ഒരു അതോറിറ്റി ആവാനല്ല ശ്രമിക്കുന്നത്, നമ്മൾ എക്സ്പെക്റ്റേഷനിലാണ് ജീവിക്കുന്നത്. ഈ എക്സ്പെക്റ്റേഷനെ എക്സ്പേർട്ടിസമാക്കി മാറ്റണം. കൃഷ്ണൻ ഗീതയിൽ അതാണ് പഠിപ്പിച്ചു തരുന്നത്. കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മ ഫലഹേ തുർഭൂ മാതേ സങ്കോസ്ത കർമ്മണി. പറഞ്ഞു വരുന്നത് ഇതാണ്, കർമ്മണി ഏവ അധികാര. നമുക്ക് ഓരോരുത്തർക്കും ഒരു കർമ്മം ചെയ്യുന്നത്, പ്രവൃത്തി ചെയ്യുന്നത് എങ്ങനെയാവണം എന്ന് പൂർണ്ണമായി നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സ്പെക്റ്റേഷനോടുകൂടി കർമ്മം ചെയ്യാം, അതായത് ചില കാൽക്കുലേഷനോടുകൂടി കർമ്മം ചെയ്യാം. ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പെർഫോമൻസ് ലെവൽ കൂടും, എനിക്ക് ആദരവ് കിട്ടും, അംഗീകാരം കിട്ടും, ബഹുമാനം കിട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. അതല്ല മറിച്ച് നിങ്ങൾ ഈ വിഷയത്തിൽ ഞാനൊരു എക്സ്പേർട്ടായി മാറണം, ഞാൻ വളരെ നല്ലൊരു കഴിവുള്ളവനായി മാറണം എന്ന രീതിയിൽ നിങ്ങൾ കർമ്മം ചെയ്യാം. അങ്ങനെ നിങ്ങൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അലസരായിത്തീരില്ല എന്ന് മാത്രമല്ല, കർമ്മ ഫലചിന്തകൾ നിങ്ങളെ വേട്ടയാടില്ല. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം ഇതാണ്, നിങ്ങൾക്ക് എക്സ്പെക്റ്റേഷനിലും ജീവിക്കാം, നിങ്ങൾക്ക് എക്സ്പേർട്ടിസത്തിലും ജീവിക്കാം. ഒരു എക്സ്പേർട്ടായി മാറണമെങ്കിൽ നിങ്ങൾ അത്രയും അതിൽ ഡെഡിക്കേറ്റ് ചെയ്യണം, നിങ്ങൾ അത്രയും അതിൽ ഇൻവോൾവ് ചെയ്യണം, നിങ്ങളത് ആസ്വദിക്കണം. അത് നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി നിങ്ങൾ കാണണം. അത്ര നിങ്ങളതിനെ സ്നേഹിക്കണം, അത്ര നിങ്ങളതിൽ ഇൻവോൾവ് ചെയ്യണം. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം, പുസ്തകങ്ങൾ വായിക്കണം, അറിവുള്ളവരോട് അതിനെക്കുറിച്ച് സംസാരിക്കണം, അതിനെക്കുറിച്ച് ഗ്രഹിക്കണം. അങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ
നാം ക്രമേണ നല്ലൊരു എക്സ്പേർട്ടായി മാറുമ്പോൾ നാളെ നിങ്ങളെ അംഗീകരിക്കാൻ ഒരു സമൂഹം ഉണ്ടായേ പറ്റുള്ളൂ. കാരണം കഴിവുള്ളവരെ എന്നും സമൂഹം ആദരിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ എന്നെ ആദരിക്കൂ, ബഹുമാനിക്കൂ, ഞാൻ 20 കൊല്ലമായി ഇവിടെ ജോലി ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളോട് ആദരവല്ല തോന്നുക. നിങ്ങൾ എത്ര കാലം അവിടെ ജോലി ചെയ്തു എന്നല്ല, നിങ്ങൾ എത്ര കാലം നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ഇരുന്നു എന്നുള്ളതല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എത്രത്തോളം ആ വിഷയത്തിൽ ആധികാരികത ഉള്ളവരാണ്, നിങ്ങൾ ആ വിഷയത്തിൽ എത്രത്തോളം ഇൻവോൾവ് ആണ് എന്നതാണ് ഏറ്റവും മുഖ്യം. ഈ പറയുന്നതുണ്ടല്ലോ, ഭാരതത്തിൻ്റെ ഏറ്റവും ചിരപുരാതനമായ ഒരു ഉപനിഷത്തിൽ പറയും, കുറുവന്നേവേഹ കർമാണി ജിജി വിഷയശതം സമ. ഈശാവാസ്യ ഉപനിഷത്തിലെ 2ാമത്തെ മന്ത്രമാണ് പറയുന്നത്, കുറുവൻ ഏവ കർമാണി, നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ വളരെ ഇൻവോൾവ് ആയിട്ട് ചെയ്യൂ. ജിജി വിഷയത് ശതം സമ, 100% അതിൽ ഇൻവോൾവ് ചെയ്യൂ. അങ്ങനെ നിങ്ങൾ അതിൻ്റെ ഒരു അതോറിറ്റിയായി മാറട്ടെ, നിങ്ങൾ അതിൻ്റെ ഒരു എക്സ്പേർട്ടായി മാറട്ടെ. അല്ലാതെ നിങ്ങൾ പ്രതീക്ഷിച്ചതൊക്കെ നിറവേറ്റാൻ ഈ കർമ്മത്തിന് സാധിക്കട്ടെ എന്നല്ല പറയുന്നത്. അവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റേണ്ടത്. അതുകൊണ്ട് എല്ലാവരോടും എനിക്കുള്ള റിക്വസ്റ്റ്, എക്സ്പെക്റ്റേഷനെ നിങ്ങൾ എക്സ്പേർട്ടിസമാക്കി മാറ്റുക. നിങ്ങൾ ചോദിക്കുക, ഈ ഒരു അറിവിൽ, ഈ ഒരു പ്രവൃത്തിയിൽ നിങ്ങളെ നാളെ ആവശ്യമുള്ളവരാണോ, അല്ലെങ്കിൽ സമൂഹത്തിന് നിങ്ങൾ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ എത്രത്തോളം ആ വിഷയത്തിൽ എക്സ്പേർട്ടാണ്. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, അവർ ക്വാളിഫൈഡ് ആയിരിക്കാം, അവർ പലപ്പോഴും 45-50 കൊല്ലം ജോലി ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ആധികാരികത വളരെ കുറവാണ്. അങ്ങനെയുള്ളവരെ സമൂഹത്തിന് ആർക്കാവശ്യമുണ്ട്? ഇതൊരു തരം തെറ്റായ രാഷ്ട്രീയ സംസ്കാരമാണ്. സീനിയോറിറ്റി പ്രകാരം പ്രമോഷൻ കൊടുക്കണം എന്നുള്ളത്. സീനിയോറിറ്റി പ്രകാരമല്ല പ്രമോഷൻ കൊടുക്കേണ്ടത്. പ്രമോഷൻ ശരിക്കും കൊടുക്കേണ്ടത് കഴിവും പ്രാപ്തിയും ഉള്ളവർക്കായിരിക്കണം, ആ വിഷയത്തിൽ ആധികാരികത ഉള്ളവർക്കായിരിക്കണം. ഒരുപക്ഷെ 50 കൊല്ലം ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥനേക്കാൾ ഇന്നലെ അവിടെ ജോയിൻ ചെയ്ത കുട്ടിയിലാണ് കൂടുതൽ കഴിവും പ്രാപ്തിയുമെങ്കിൽ ഞാൻ പറയും അവനെയാണ് ടോപ്പാക്കി വെക്കേണ്ടത്. കാരണം കഴിവും പ്രാപ്തിയുമുള്ളവർക്ക് മാത്രമേ അങ്ങനെയുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആധികാരികത ഉള്ളവരായി തീരൂ, തെറ്റായ ഇമാജിനേഷനിൽ നിങ്ങൾ ജീവിക്കാതിരിക്കൂ. അതാണ് എനിക്ക് നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ്. എക്സ്പെക്റ്റേഷനെ നിങ്ങൾ എക്സ്പേർട്ടിസമാക്കി മാറ്റൂ, നിങ്ങളുടെ ജീവിതം ധന്യമാവും. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾക്ക് ഉത്തരവുമായി അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. നമസ്കാരം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, കോടിക്കോടി പ്രണാമങ്ങൾ. വീണ്ടും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി അടുത്ത ആഴ്ച കാണാം.